ഹലോ അൻമീസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീറ്റാൻ വിത്ത് ക്ലീനപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ക്ലീനപ്പ് ചെയ്യുന്നത് ആതിരയ്ക്കാണ്. ആതിരയുടെ കല്യാണമാണ് മെയ് 5-ാം തീയതി. പക്ഷേ ആതിരയ്ക്ക് അങ്ങനെ വലിയ ബ്യൂട്ടി പാർലർ വർക്കുകളൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ലൈറ്റായിട്ടൊരു ക്ലീനപ്പൊക്കെ ചെയ്യുന്നുള്ളൂ. ഇനി കല്യാണം ഡേറ്റ് എടുക്കുമ്പോൾ നല്ലൊരു ഫേഷ്യലൊക്കെ ചെയ്യണം. അപ്പം ഈ ക്ലീനപ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചു തരുന്നത്. ആതിര നല്ലൊരു ആർട്ടിസ്റ്റും കൂടിയാണ്. നന്നായിട്ട് വോൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യും. നല്ല നല്ല ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ഒരാളാണ്. ആതിരയുടെ മനസ്സമ്മതം ഉടനെ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ആതിരയ്ക്ക് ഒരു ഡീറ്റാനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ വെയിലേറ്റുള്ള കറിവാളിപ്പൊക്കെ മാറാൻ സഹായിക്കുന്നതാണ്. ഇത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മളിനി ക്ലീനപ്പ് ചെയ്യുന്നത്. ഡീറ്റാനെ കുറിച്ച് ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഡീറ്റാൻ നമുക്ക് ബ്രൈറ്റ്നസ് തരും. പക്ഷേ ബ്ലീച്ച് ചെയ്യുമ്പോൾ ഹെയറിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകുന്ന പോലെ ഡീറ്റാൻ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ ഹെയറിൻ്റെ കളറുകളൊന്നും ചേഞ്ച് ആകത്തില്ല. ഒരു സ്കിൻ കളർ മാത്രമേ ചേഞ്ച് ആകുള്ളൂ. കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നസ് സ്കിന്നുണ്ടാകും. വെയിലേറ്റുള്ള ടാനൊക്കെ മാറാനായിട്ട് ഇത് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളിവിടെ ഡീറ്റാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ക്രബ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ സ്കിൻ ബ്രൈറ്റനിങ് സ്ക്രബാണ് ഉപയോഗിക്കുന്നത്. ആദ്യം സ്ക്രബ് ഉപയോഗിച്ച് നമുക്കൊന്ന് ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ഉപയോഗിച്ച് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലൊന്നും സ്ക്രബിൻ്റെ തരികൾ പോകാതെ ശ്രദ്ധിക്കണം. നമ്മൾ സ്ക്രബ് ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിന്നുകളൊക്കെ റിമൂവ് ചെയ്യാൻ, നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാൻ സ്ക്രബ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ബ്രൈറ്റ്നസ്സും ഉണ്ടാവും. അതിനാണ് നമ്മൾ സ്ക്രബ് ഉപയോഗിക്കുന്നത്. സ്ക്രബ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ക്രീമെല്ലാം സ്കിൻ അബ്സോർവ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും കൈ നനച്ച് ഒന്നുകൂടെ മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ തന്നെ സ്കിന്നിന് കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ഉണ്ടായിട്ടുണ്ട്. മുഖത്ത് നിന്ന് സ്ക്രബ് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാം. അതിനുശേഷം ഓപ്പണായ പോർട്സൊക്കെ ഒന്ന് അടഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഐസ് ക്യൂബ് വെച്ച് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ഡീറ്റാൻ ക്രീം ഉപയോഗിച്ച് മസാജ് ചെയ്യാം.
മസാജിങ്ങിന് ശേഷം നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ് പാക്ക് ഇട്ട് കൊടുക്കാം. ഈ പാക്കും കൂടി ഇടുന്നതോടുകൂടി നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നതാണ്. ഈ പാക്ക് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാം. ഇതാണ് ഫൈനൽ റിസൾട്ട്. ലാസ്റ്റ് നമുക്കൊരു സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.